Dears, welcome to Vischool PSC English. വരാൻ പോകുന്ന PSC എക്സാമുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി. ഇത് നമുക്ക് പഠിച്ചെടുക്കണം. ഇതിലൊരു മാർക്ക് പോലും നഷ്ടമാകരുത്. ഏത് ചോദ്യം വന്നാലും കൃത്യമായിട്ട് നമുക്ക് ഉത്തരം നൽകാൻ കഴിയണം. എങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റൂ. അതിലൂടെ നമുക്ക് ജോലി നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വിസ്കൂളിൽ PSC ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ് ആരംഭിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് കണ്ടിട്ട് പല ആളുകൾ നമ്മളോട് പറഞ്ഞു PSCക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തി ഒരു ക്ലാസ് ഞങ്ങൾക്ക് വേണം എന്നതുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു വിസ്കൂൾ PSC ഇംഗ്ലീഷ്. ഞങ്ങൾ ആരംഭിക്കുന്നു വിസ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ക്ലാസ്സുകൾ PSC എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഞങ്ങൾ ഒരുക്കുകയാണ്. ഞങ്ങളൊരു സീരീസ് ഓഫ് ക്ലാസ് ആണ് ചെയ്യുന്നത്. അതിൽ ഗ്രാമർ മാത്രമല്ല വൊക്കാബുലറിയും ഉണ്ട്. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിവാരണം ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഒരു മാർക്ക് പോലും നഷ്ടമാവില്ല. സോ കൂടുതൽ പറഞ്ഞ് നമ്മൾ നീട്ടുന്നില്ല. പ്ലീസ് കം, പ്ലീസ് വെൽക്കം ടു വിസ്കൂൾ PSC ഇംഗ്ലീഷ്. PSC ഇംഗ്ലീഷ് ഗ്രാമർ. നമുക്കതിൻ്റെ സിമ്പിൾ മെത്തേഡിലേക്ക് പോകാം. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് ഒരിക്കലും PSCയുടെ ക്വസ്റ്റ്യനിൽ ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്. ആ ടോപ്പിക്കാണ് കോൺകോർഡ്. ഏതാണ് ടോപ്പിക്കിൻ്റെ പേര്? കോൺകോർഡ്. ഈ കോൺകോർഡിലെ ഏതെങ്കിലും ഒരു ചോദ്യം, ഈ കോൺകോർഡിലെ ഏതൊരു ചോദ്യം വന്നാലും നമുക്ക് കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് പോകാൻ കഴിയണം. അത് മാർക്ക് നേടാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, neither of the boys dash absent yesterday. ഇങ്ങനൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വന്നാൽ, നിങ്ങളൊരു PSC എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഇങ്ങനൊരു ചോദ്യമാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നതെങ്കിൽ അതിനെങ്ങനെയാണ് ഉത്തരം നൽകേണ്ടത്? അതിനുള്ള വഴിയാണ് പറയാൻ പോകുന്നത്. നമുക്ക് 4 ഓപ്ഷനുമുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഉത്തരം കിട്ടുന്നെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. നമ്മുടെ ചോദ്യം ഇതാണ്, neither of the boys dash absent yesterday. ഇങ്ങനെ വന്നാൽ ഈ ചോദ്യത്തിന് സോ വി ഹാവ് 2 പോസിബിലിറ്റീസ്. 2 സാധ്യതകൾ ഞാൻ പറയാം ഉത്തരത്തിലേക്ക് പോകാൻ. ഒന്ന്, ഇതിന്റെ ടൈമാണ്. 2, ഇതിലെ സബ്ജക്റ്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഒന്ന് ടൈം, മറ്റൊന്ന് സബ്ജക്റ്റ്. ടൈം എന്ന് ഉദ്ദേശിച്ചത് ഈ വാചകം ഏത് ടെൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. 2, ഇതിലെ മെയിൻ സബ്ജക്റ്റ് ഏതാണ്. ഇത് രണ്ടും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് നേടാൻ പറ്റൂ. നിങ്ങളിൽ പലരും ഇപ്പോൾ കമന്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാൻ ഇത് പറഞ്ഞത് ശ്രദ്ധിക്കണം. ഇങ്ങനൊരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? സോ വി ഹാവ് 2 പോസിബിലിറ്റീസ് ഹിയർ. ദ ഫസ്റ്റ് വൺ ഈസ് ഈ സെന്റൻസ് ഏത് ടൈം ആണ്, ഏത് ടെൻസ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഇതിലെ സബ്ജക്റ്റ് ഏതാണ്. നമുക്ക് നോക്കാം. neither of the boys. ഇതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ ഓഫിന് ശേഷം വന്ന ഇതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ ഓഫിന് ശേഷം വന്ന ബോയ്സ് തന്നെയാണ്. ഏതാണ്? ബോയ്സ് തന്നെയാണ്. എന്നാൽ ഈ വാചകത്തെ കോൺകോർഡുമായി ബന്ധപ്പെടുത്തിയ ട്രിക്ക് ഞാൻ പറയാം. അതാണ് പോയിന്റ്. ഈ നെയ്തർ എന്ന വാക്ക് ഒരു നെഗറ്റീവായ പദമാണ്. അതിൻ്റെ കൂടെയുള്ള മറ്റൊരു പദമാണ് നോർ. അപ്പൊ ഏതൊക്കെയാണ്? നെയ്തർ, നോർ നെഗറ്റീവാണ്. എന്താണ് ഈ നെയ്തർ നോറിന്റെ മീനിങ്? നെയ്തർ അതുമില്ല, നോർ ഇതുമില്ല. അതുമില്ല ഇതുമില്ല, 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് രണ്ടുമില്ല എന്ന് പറയാനാണ് നമ്മൾ നെയ്തർ നോർ പറയുന്നത്. അപ്പൊ എന്തിനാണ് നെയ്തർ നോർ ഉപയോഗിക്കുന്നത്? 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് 2 കാര്യങ്ങൾക്ക് പ്രാധാന്യമില്ലെന്നോ അതില്ല എന്നോ പറയാൻ വേണ്ടിയാണ് നെയ്തർ നോർ യൂസ് ചെയ്യുന്നത്. ഞാൻ ചായയും കുടിക്കില്ല, കോഫിയും കുടിക്കില്ല. ഞാൻ ചായയും കുടിക്കില്ല, കാപ്പിയും കുടിക്കില്ല. എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ല, മട്ടൻ ബിരിയാണി ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളുമില്ല. അയാൾ പഠിക്കത്തുമില്ല, മറ്റുള്ള ആളുകളെ പഠിക്കാൻ അനുവദിക്കത്തുമില്ല. രണ്ടുമില്ല. ഇങ്ങനെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് രണ്ടുമില്ല എന്ന് പറയാനാണ് നെയ്തർ നോർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എയ്തർ ഓർ. എയ്തർ ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? എയ്തർ ഓർ എന്ന് പറഞ്ഞാൽ, എയ്തർ ഓർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അല്ലെങ്കിൽ. 2 കാര്യം പറയും, ആ 2ൽ ഏതെങ്കിലും ഒന്നെന്ന് പറയാനാണ് എയ്തർ ഓർ. 2 കാര്യം പറഞ്ഞിട്ട് രണ്ടുമില്ല എന്ന് പറയാൻ നെയ്തർ ഓറും, 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് 2ൽ ഏതെങ്കിലും ഒന്നെന്ന് പറയാനാണ് എയ്തർ ഓർ. അപ്പോൾ നെയ്തർ ഓറിന്റെ മീനിങ് അതുമില്ല ഇതുമില്ല. എയ്തർ ഓറിന്റെ മീനിങ് ഒന്നുകിൽ അല്ലെങ്കിൽ.
അപ്പോൾ രണ്ട് കാര്യം പറഞ്ഞിട്ട് അതിലൊന്ന് എന്നെടുത്ത് പറയാൻ എയ്തറോറും, രണ്ട് കാര്യം പറഞ്ഞു രണ്ടുമില്ല എന്ന് പറയാൻ നെയ്തനോറും. ഇനി ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കുക, എയ്തർ ഓറും നെയ്തർ നോറും വരുന്ന വാചകങ്ങളിൽ എങ്ങനെ നെയ്തർ നോറും എയ്തറോറും വരുന്ന വാചകങ്ങളിൽ നിങ്ങൾ ഓറിനും നോറിനും ശേഷമുള്ള സബ്ജക്റ്റ് മാത്രമേ നോക്കാവൂ. എങ്ങനെ എയ്തറോറും നെയ്തറോറും ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആസ്പിരൻസ് കാൻഡിഡേറ്റ്സ് ചെയ്യേണ്ടത് ആ ഓറിനും നോറിനും ശേഷം വരുന്ന സബ്ജക്റ്റ് മാത്രമേ പരിഗണിക്കാവൂ. ആ സബ്ജക്റ്റ് എന്താണെങ്കിൽ ആ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിലെ വെർബ് സിംഗുലർ ആയിരിക്കും. എന്നാൽ ആ വാചകത്തിൽ വരുന്ന ആ ഓറിനും നോറിനും ശേഷം വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അവിടുത്തെ വെർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. നമ്മുടെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടല്ല. നമ്മുടെ ചോദ്യം ഇതാണ്, നെയ്തർ ഓഫ് ദ ബോയ്സ്. നെയ്തർ ഓഫ് കഴിഞ്ഞാൽ എയ്തർ ഓഫ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? എയ്തർ ഓഫും നെയ്തർ ഓഫും കഴിഞ്ഞാൽ പിന്നീട് പ്ലൂറലായ വേർഡുകൾ മാത്രമേ വരാവൂ. മറക്കല്ലേ, എന്താണ്? എയ്തർ ഓഫും നെയ്തർ ഓഫും കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പദം സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കണം. അങ്ങനെ പ്ലൂറൽ ആവണം. അങ്ങനെ പ്ലൂറൽ ആയാൽ അടുത്ത പോയിന്റ്, അതിനുശേഷം നമുക്ക് വെർബ് യൂസ് ചെയ്യണമല്ലോ. അപ്പൊ അവിടെയാണ് സംശയം നമുക്ക്. സോ വി ഹാവ് ഹിയർ ഫോർ ഓപ്ഷൻസ് ഹിയർ, വേർ, ആർ, വാസ്, ഹാവ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഈ വാചകത്തിലെ ടൈം നോക്കാൻ എളുപ്പ വഴിയുണ്ട്. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ, കഴിഞ്ഞു പോയത്, പാസ്റ്റ് ആണ്. ലാസ്റ്റ് പാസ്റ്റ് ആണ്. ഏർലിയർ പാസ്റ്റ് ആണ്. എ ലോങ് എഗോ, എ ഫ്യൂസ് എഗോ, ലോങ് ടൈം, ഇതൊക്കെ പാസ്റ്റ് ആണ്. അപ്പൊ കഴിഞ്ഞ കാലവുമായി ബന്ധമുള്ള പദങ്ങൾ ആ വാചകത്തിൽ, ആ സെന്റൻസിൽ വന്നു നിന്നു പോയാൽ, കണ്ടുപോയാൽ അത് പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാസ്റ്റ് ഓപ്ഷനിലേക്ക് നിങ്ങൾ വിരൽ ചൂണ്ടണം. ഇവിടെ പാസ്റ്റ് ആയ എത്ര ഓപ്ഷൻ ഉണ്ട്? വേറെ പാസ്റ്റ് ആണ്, വാസ് പാസ്റ്റ് ആണ്, ആറ് പ്രസന്റ് ആണ്, ഹാവ് പ്രസന്റ് ആണ്. ഇവിടുത്തെ അർത്ഥം ക്ലാസ്സിൽ അല്ലെങ്കിൽ അവിടെ ആൺകുട്ടികൾ ആബ്സെന്റ് ആയിരുന്നില്ല. നെയ്തർ ഓഫ് ദ ബോയ്സ്, ആൺകുട്ടികൾ ആരും തന്നെ ഇന്നലെ ആബ്സെന്റ് ആയിരുന്നില്ല എന്ന് വെച്ചാൽ പ്രസന്റ് ആയിരുന്നു എന്നാണ് അർത്ഥം. ഇന്നലെ ആയിരുന്നില്ല. യെസ്. അപ്പൊ അവിടെ വേറാണോ ആറാണോ വാസാണോ നമുക്ക് നോക്കാം. സോ പോയിന്റ് ഇതാണ്, നെയ്തർ ഓഫ് കഴിഞ്ഞാലും എയ്തർ ഓഫ് കഴിഞ്ഞാലും എങ്ങനെയാണ്? നെയ്തർ ഓഫ് കഴിഞ്ഞാലും എയ്തർ ഓഫ് കഴിഞ്ഞാലും പിന്നീട് പറയുന്നത് പ്ലൂറൽ വേർഡാണ്. കുറിച്ച് വെച്ചോണേ പ്ലൂറൽ വേർഡാണ്. പക്ഷെ അതിന് ശേഷമുള്ള വെർബ് സിംഗുലർ വെർബായിരിക്കണം. എന്ത് വെർബായിരിക്കണം? സിംഗുലർ. ഒന്നുകൂടി പറയാം, നെയ്തർ ഓഫും എയ്തർ ഓഫും കഴിഞ്ഞാൽ പിന്നീട് പറയുന്ന പദം പ്ലൂറൽ ആയിരിക്കണം. അതിനുശേഷം വരുന്ന ക്രിയ വേർബ് എന്ന് പറയുന്നത് സിംഗുലർ തന്നെയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ സിംഗുലറായ എത്ര ഓപ്ഷൻ ഉണ്ട്? ഇവിടെ വാസ് മാത്രമേ സിംഗുലർ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? വാസ് ആണ്. കണ്ടോ? അപ്പോ നെയ്തർ ഓഫിന് ശേഷം വരുന്ന പദങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ നോക്കണ്ട. അതായത് നെയ്തർ ഓഫിന് ശേഷവും എയ്തർ ഓഫിന് ശേഷം പ്ലൂറൽ പദങ്ങളെ വരാവൂ, ചേർക്കാവൂ, ഉപയോഗിക്കാവൂ. പക്ഷേ അതിനകത്ത് നമ്മൾ പരിഗണിക്കുന്നത് നെയ്തറിനെയും എയ്തറിനെയും ആണ്. അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ക്രിയയെ ഉൾപ്പെടുത്തണം, ഉപയോഗിക്കണം. സോ നെയ്തർ ഓഫിനും എയ്തർ ഓഫിനും ശേഷം വരുന്ന വാചകത്തിലെ വെർബ് എല്ലായ്പ്പോഴും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പൊ നമ്മുടെ ചോദ്യം, അതിന്റെ എക്സ്പ്ലനേഷൻ കൃത്യമായി കിട്ടി. PSC ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന രീതിയിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യും. PSC ആ ഒരു ചോദ്യം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് ലഭിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, one of the students dash selected. one of the students. one of എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരുപാട് എണ്ണം. എന്താണ്? ഒരുപാട് എണ്ണം. കണ്ടോ, ഇവിടെ കുറേ സീറോസ് ഉണ്ട്. അതിലൊരു സീറോ, ഏതെങ്കിലും ഒരു സീറോ. ഒരുപാട് ആളുകളിൽ ഒരാൾ, അല്ലേ? നക്ഷത്രങ്ങളിൽ ഒന്ന്, നദികളിൽ ഒന്ന്, രാജ്യങ്ങളിൽ ഒന്ന്, ഭൂഖണ്ഡങ്ങളിൽ ഒന്ന്, മൃഗങ്ങളിൽ ഒന്ന്, സ്റ്റേഡിയങ്ങളിൽ ഒന്ന്, പുസ്തകങ്ങളിൽ ഒന്ന്. അങ്ങനെ ഒരുപാട് എണ്ണം. അത് 100, 1000, 10,000, ലക്ഷമോ കോടിയോ അതൊക്കെ മേലെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് അതിലൊന്ന് എന്ന് എടുത്തു പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വൺ ഓഫ് യൂസ് ചെയ്യുന്നത്. അപ്പൊ വൺ ഓഫ് യൂസ് ചെയ്യുന്നത് ഒരുപാട് എണ്ണത്തിൽ ഒന്ന് എന്നെടുത്ത് പറയാനാണ് വൺ ഓഫ് യൂസ് ചെയ്യുന്നത്. നേരത്തെ ചോദ്യം പറഞ്ഞതുപോലെ വൺ ഓഫിന് ശേഷം പറയുന്ന പദം പ്ലൂറൽ വേർഡ് ആയിരിക്കണം.
പ്ലൂറൽ വേർഡ് ആയിരിക്കണം. പക്ഷെ അതിലെ വെർബ് അല്ല ഇപ്പോഴും സിംഗുലർ ആയിരിക്കണം. എന്തായിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. അങ്ങനെ സിംഗുലർ ആയിട്ടുള്ള ഒറ്റ വെർബേ ഉള്ളൂ, അത് വാസ് ആണ്. ഇതിനർത്ഥം ആ കുട്ടികളിൽ, വിദ്യാർത്ഥികളിൽ ഒരാളെ സെലക്ട് ചെയ്യപ്പെട്ടു. അധ്യാപകരോ സ്കൂൾ മാനേജ്മെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും മത്സരം നടത്തിയ ആൾക്കാരോ, ഒരുപാട് ആൺകുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ആ കുട്ടികളിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തു. അപ്പോൾ വൺ ഓഫ് ദി സ്റ്റുഡൻസ് ദാറ്റ് സെലക്ടഡ് എന്നതാണ് ചോദ്യം. ഇവിടുത്തെ വൺ ഓഫിന് ശേഷം വരുന്നത് പ്ലൂറൽ വേർഡ് ആയിരിക്കണം, വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്തായിരുന്നു? വാസ്. റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് കോൺകോഡ് ആണ്. PSC എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മാർക്ക് നേടിത്തരുന്ന ഒരു ടോപ്പിക്കാണ് കോൺകോഡ്. സോ മിസ് ചെയ്യരുത്, ഇത് കുറിച്ച് വെക്കണം, ബുക്കിൽ കുറിച്ച് വെക്കണം. നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ, നമുക്കറിയാം നമ്മുടെ കൂടെ ഒരു ബുക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ കുറിച്ച് വെക്കണം. നിങ്ങൾ ഏത് യൂട്യൂബ് ചാനൽ കണ്ടാലും നിങ്ങൾ അതിൽ വരുന്ന ചോദ്യങ്ങളെ കുറിച്ച് വെക്കണം, പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് ഉപയോഗപ്പെടുത്തണം. ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കൂൾ ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾ ഒപ്പം ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദ റേസ്. ഓപ്ഷൻ വെൻ വെയിൻസ് വൺ ഹാസ് വൺ. സ്ലോ ആൻഡ് സ്റ്റഡി കേൾക്കുമ്പോൾ അറിയാം, ഒരു ചൊല്ലാണ് അല്ലേ, ഒരു പ്രോവർബാണ്. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നാണ് അർത്ഥം. സ്ലോ ആൻഡ് സ്റ്റഡി, കൃത്യതയും അതിൻ്റെ സ്പഷ്ടതയും എന്നൊക്കെ പറയല്ലേ. അപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി, നമ്മൾ കൃത്യമായി എന്താണോ ഒരു കാര്യം ചെയ്യുന്നത് അതിൽ വിജയം ഉണ്ടാകും എന്നാണ് പോയിന്റ്സ്. നമുക്ക് വരേണ്ട ഓപ്ഷൻ എന്തായിരിക്കണം? സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ആൻഡ് ഉപയോഗിച്ച് രണ്ട് പദങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുക. രാമു ആൻഡ് രാജു, ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട്, ജപ്പാൻ ആൻഡ് ജർമ്മനി, സ്കൂൾ ആൻഡ് കോളേജ് എന്നൊക്കെ പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ രണ്ട് കാര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ആൻഡ് ഉപയോഗിക്കുന്നത്. അതായത് പ്ലൂറലായ കാര്യം പറയുമ്പോഴാണ് ആൻഡ് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ പ്ലൂറൽ ആയല്ലോ. അപ്പോൾ സ്ലോ എന്ന് പറയുന്നത് ഒരു പദമാണ്, സ്റ്റഡി വേറൊരു പദമാണ്. ഇവ തമ്മിൽ കണക്ട് ചെയ്യാൻ ആൻഡ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ രണ്ട് പദങ്ങൾ പ്ലൂറൽ അല്ല. അപ്പൊ ഞാൻ പറയുന്നത് പ്ലൂറലാകുന്നു രണ്ടിൽ കൂടുതൽ പറയുമ്പോൾ, രണ്ടുപേരെ കുറിച്ച് പറയുമ്പോഴൊക്കെയാണ് നമ്മൾ ആൻഡ്. അപ്പൊ ആൻഡ് ഉപയോഗിക്കുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാൻ. രണ്ട് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ, ഒന്ന് രണ്ട്, രണ്ടെന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്, ബഹുവചനമാണ്. അപ്പൊ ബഹുവചനമാക്കാൻ വേണ്ടിയാണ് പ്ലൂറലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആൻഡ് ഉപയോഗിക്കുന്നത്. എന്നാൽ അങ്ങനെ പ്ലൂറലാണെങ്കിൽ ഇത് പ്ലൂറലായ സബ്ജക്റ്റ് ആവണം അല്ലേ. യെസ്, അങ്ങനെയാണെങ്കിൽ പ്ലൂറലായ വെർബൽ ഇവിടെ വരേണ്ടത്. അങ്ങനെയാണ് പ്ലൂറൽ വെർബ് വരികയും വേണം. യെസ്, ഫോർ എക്സാമ്പിൾ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതാം. നോക്കൂ, രാഹുൽ ആൻഡ് രാജു ഡാഷ് ഫ്രണ്ട്സ് ആർ ആൻഡ് ഈസ്. ഇതിൽ ഏതാണ് കറക്റ്റ്? രാജുവും രാഹുലും സുഹൃത്തുക്കളാണ്. രണ്ടു പേരുണ്ട്, രാഹുൽ എന്ന ഒരാളും രാജു എന്നൊരാളും. രണ്ട് വ്യത്യസ്തരായ മനുഷ്യരാണ്, രണ്ട് വ്യത്യസ്തമായ കുട്ടികളാണ്. അപ്പൊ തീർച്ചയായിട്ടും രണ്ടു പേരുണ്ട്, ഒന്ന് രണ്ടു പേർ. ഇത് പ്ലൂറലാണ്, ബഹുവചനമാണ്. അതുകൊണ്ട് നമുക്കിവിടെ വരേണ്ട ആൻസർ ആറാണ്. അതുപോലെ സ്ലോ ആൻഡ് സ്റ്റഡി രണ്ട് പദങ്ങളില്ലേ, അപ്പൊ രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പൊ പ്ലൂറൽ അല്ലേ. അപ്പൊ നമുക്ക് വരേണ്ടത് പ്ലൂറലായ വെർബ് അല്ലേ? ആണ്, അങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചു പറയാം, ഇംഗ്ലീഷിൽ കോമ്പിനേഷൻ വേർഡ്സ് എന്ന ടോപ്പിക് ഉണ്ട്. എന്ത് ടോപ്പിക്കാ? കോമ്പിനേഷൻ വേർഡ്സ്. ഈ കോമ്പിനേഷൻ വന്നാൽ രണ്ട് പദങ്ങളായാലോ മൂന്ന് പദങ്ങളായാലോ കോമ്പിനേഷൻ ആണെങ്കിൽ അത്തരം കോമ്പിനേഷനുകളെ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ കോമ്പിനേഷൻ വേർഡ്സ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് സിംഗിൾ യൂണിറ്റ്സ്. അങ്ങനെ സിംഗിൾ യൂണിറ്റ് ആയിട്ട് പരിഗണിച്ചാൽ നമ്മൾ സിംഗുലർ വേർബ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്താ യൂസ് ചെയ്യാൻ പാടുള്ളൂ? സിംഗുലർ വേർബ്. അപ്പോൾ സിംഗുലർ വേർബ് മസ്റ്റ് ബി യൂസ്ഡ് ആഫ്റ്റർ കോമ്പിനേഷൻ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ. സോ ഓപ്ഷൻ when, whens, one, has one. ഇവിടെ വന്നിരിക്കുന്ന സ്ലോ ആൻഡ് സ്റ്റഡി എന്നതാണ് ചോദ്യം. അവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ സിംഗുലർ ആവണം. സിംഗുലർ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് വിൻസും ഒന്ന് ഹാസ് വണ്ണും. എന്നാൽ ഇതൊരു ചൊല്ലാണ്, ഒരു പഴഞ്ചൊല്ലാണ്, ഒരു പ്രോവർബാണ്. പ്രോവർബാണെങ്കിൽ കുറിച്ച് വെച്ചോളൂ, പ്രോവർബാണെങ്കിൽ അത് പറയേണ്ടത്, അത് ഉപയോഗിക്കേണ്ടത് നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന ഓർഡറായ സിമ്പിൾ പ്രസന്റ് ഓർഡറിലാണ്. അപ്പോൾ ഇതെല്ലാം കുറിച്ച് വയ്ക്കുമ്പോൾ കുറിച്ച് വെക്കണം. പ്രോവർബുകൾ സിമ്പിൾ പ്രസന്റിലേ പറയാവൂ. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നതിന്റെ ഓർഡർ സബ്ജക്റ്റും വേർബും മാത്രം, സബ്ജക്റ്റും വേർബും മാത്രം. വെർബിന്റെ ഫസ്റ്റ് ഫോമാണ് ഞാൻ ഉദ്ദേശിച്ചത്. വെർബിന്റെ ഫസ്റ്റ് ഫോമാണ് പോയിന്റ്. അങ്ങനെ വെർബിന്റെ ഫസ്റ്റ് ഫോമായ വിന്നുമുണ്ട്, വിൻസുമുണ്ട്. പക്ഷെ നമ്മുടെ ഉത്തരം എന്താണ്? വിൻസ് ആണ്. കാരണം പറയാം,
ഇത് കോമ്പിനേഷൻ വേർഡ്സ് കഴിഞ്ഞാൽ സിംഗുലർ വെർബ്, സിംഗുലർ ആയ 2 വെർബുണ്ട്, വിൻസും ഹാസ് വണ്ണും. പക്ഷെ അതിൽ ഓപ്ഷൻ വിൻസിലേക്ക് പോകാൻ കാരണം നമ്മുടെ ഈ ഓർഡർ ആണ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം. ഓക്കെ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അതുമാത്രമല്ല, നമ്മുടെ വിസ്കൂൾ PSC ഇംഗ്ലീഷിന്റെ റെക്കോർഡ് ക്ലാസ്സും ഫ്രീ ഗ്രാമർ ക്ലാസ്സും നമ്മുടെ വേവിത ടീച്ചിങ് ആപ്പിൽ അവൈലബിൾ ആണ്. വേവിത ടീച്ചിങ് ആപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ടീച്ചിങ് ആപ്പാണ്. ആ ടീച്ചിങ് ആപ്പിന്റെ സഹായത്തോടു കൂടി നമ്മൾ വിസ്കൂളിൽ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നു. അതിൽ നിങ്ങൾക്ക് വെറും 499 രൂപയ്ക്ക് ഇംഗ്ലീഷിലെ ബേസിക്സ് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള എല്ലാ ടോപ്പിക്കും, വൊക്കാബുലറി ഉൾപ്പെടെ, മോക്ക് ടെസ്റ്റ് സീരീസ് ഉൾപ്പെടെ, ക്ലാസ് നോട്ട്സ് ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കോഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ലോ കോസ്റ്റിലാണ് നമ്മൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കൊടുക്കുന്നത്. അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് PSC എക്സാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടോപ്പിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 100% ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം വിൻസ് ആണ്. ഓക്കെ, ഞാനൊരു കുറച്ച് പോയിന്റ്സ് കാണിച്ചു തരാം. ബ്രെഡ് ആൻഡ് ബട്ടർ, salt and pepper, black and white, safe and sound, trial and error, give and take, more or less, pros and cons, age and experience, character and conduct, cup and saucer, slow and steady, time and tide, and horse and chariot. ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ എന്തേ പറയാൻ പാടുള്ളൂ? സിംഗുലർ വേർബ് മാത്രമേ പറയാവൂ. അപ്പൊ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? ബ്രെഡ് ആൻഡ് ബട്ടർ, സോൾട്ട് ആൻഡ് പെപ്പർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സേഫ് ആൻഡ് സൗണ്ട്, ട്രയൽ ആൻഡ് എറർ, ഗിവ് ആൻഡ് ടേക്ക്, മോർ ഓർ ലെസ്, ആൻഡ് പ്രോസ് ആൻഡ് കോൺസ്. താഴോട്ട് പിന്നെയുമുണ്ട് ഏജ് ആൻഡ് എക്സ്പീരിയൻസ്, ക്യാരക്ടർ ആൻഡ് കണ്ടക്ട്, സ്റ്റെപ്പ് ആൻഡ് സോഴ്സസ്, സ്ലോ ആൻഡ് സ്റ്റഡി, ടൈം ആൻഡ് ട്രൈഡ്, ഹോഴ്സ് ആൻഡ് ചാരിറ്റ്. ഇത്രയും നമ്മുടെ കോമ്പിനേഷൻ വേർഡ്സ് കഴിഞ്ഞാൽ പിന്നെന്തേ പറയാൻ പാടുള്ളൂ? സിംഗുലർ വെർബ് മാത്രമേ പറയാം. ഇത് കുറിച്ച് വെച്ചോണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനകരമായി ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾ, PSC എക്സാമിന് തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കൾക്കായിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യണം. വിസ്കൂളിൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് അതിനകത്ത് മോക്ക് ടെസ്റ്റ് സീരീസുകൾ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. പോളിംഗ് സിസ്റ്റം, അതായത് നിങ്ങൾക്ക് ചോദ്യവും അതിൻ്റെ പോൾസ് രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് 3 ഇംഗ്ലീഷ് ക്ലാസ്സുകൾ വീതം നമ്മൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് അതേ സമയത്ത് നമുക്ക് ആപ്പ് ഉണ്ട്, വിസ്കൂളിൻ്റെ PSC ഇംഗ്ലീഷ് ആപ്പ് ഉണ്ട്. നിങ്ങൾക്ക് അതിലൂടെ മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യും. വരാൻ പോകുന്ന LD ക്ലർക്കിനും വരാൻ പോകുന്ന ഡിഗ്രി എക്സാമിനും ഒക്കെ തന്നെ പ്രയോജനകരമാകുന്ന ക്ലാസ്സുകൾ ഇനി നിങ്ങൾക്ക് വിസ്കൂളിലെ കാണാൻ പറ്റും. സോ നന്നായി പ്രിപ്പയർ ചെയ്യുക. ഹാവ് എ നൈസ് ഡേ.